വെൽക്കം ടു എൻ സ്കൂൾ ക്ലാസ്സസ്. മൈ നെയിം ഈസ് ഷിജിൽ. നമ്മളിന്ന് എക്കണോമിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് ബഡ്ജറ്റ്, ബഡ്ജറ്റിൻ്റെ ഡിഫറെൻ്റ് അക്കൗണ്ട്സുകൾ ഏതൊക്കെയാണ്, അതുപോലെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കോൺസെപ്റ്റുകൾ, ഡെഫിസിറ്റ് കോൺസെപ്റ്റുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ബഡ്ജറ്റ് എന്താണെന്ന് നോക്കാം. ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 112 ബഡ്ജറ്റിനെ കുറിച്ച് പ്രസ്താവിക്കുന്നത്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ഒരു വരുന്ന ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ആൻറ്റിസിപ്പേറ്റഡ് റവന്യൂസും ആൻറ്റിസിപ്പേറ്റഡ് എക്സ്പെൻഡിച്ചറിനെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വരുന്ന ഫിനാൻഷ്യൽ ഇയറിലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വരവും പ്രതീക്ഷിക്കുന്ന ചെലവുകളെയും കുറിച്ചുള്ള ഒരു പ്രസ്താവനയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബഡ്ജറ്റ് ആർട്ടിക്കിൾ 112 പ്രസ്താവിക്കുന്നത്. ബഡ്ജറ്റ് എന്നല്ല നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നത്, മറിച്ച് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബഡ്ജറ്റിൽ പല ടൈപ്പ് ബഡ്ജറ്റുകളുണ്ട്. പല ടൈപ്പ് ബഡ്ജറ്റുകൾ ഏതൊക്കെ ടൈപ്പ് ബഡ്ജറ്റുകളാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ ടൈപ്പ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ബഡ്ജറ്റാണ്. ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇക്കോണമിയിലെ ടോട്ടൽ ചെലവും ടോട്ടൽ വരുമാനവും തുല്യമാണെങ്കിൽ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ചെലവും പ്രതീക്ഷിക്കുന്ന വരുമാനവും, വരുന്ന ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചെലവും പ്രതീക്ഷിക്കുന്ന വരുമാനവും തുല്യമാണെങ്കിൽ അതിന് നമ്മളെന്ന് പറയുന്ന പേരാണെന്ത്, ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ബാലൻസ്ഡ് ബഡ്ജറ്റ്. ഇനി ഡെഫിസിറ്റ് ബഡ്ജറ്റ് ഉണ്ട്. ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കൂടുതലും ടോട്ടൽ റവന്യൂ കുറവും. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന വരുമാനം കുറവാണ്, എന്നാൽ ചെലവ് കൂടുതലാണ്. വരുന്ന വർഷത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന വരുമാനം കുറവും ചെലവ് കൂടുതലുമാണെങ്കിൽ അത് നമ്മൾ എന്താ പറയുക, ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറയും. ഡെഫിസിറ്റ് ബഡ്ജറ്റ്. മൂന്നാമത്തത് സർപ്ലസ് ബഡ്ജറ്റാണ്. സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വരുമാനം കൂടുതൽ ചെലവ് കുറവ്. അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ലെസ് ദാൻ ടോട്ടൽ റവന്യൂ. ആ കേസിലാണ് നമ്മൾ എന്താ പറയുക, സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയും. സർപ്ലസ് ബഡ്ജറ്റ്. ഇതുപോലെ തന്നെയാണ് ബഡ്ജറ്റ് ഡെഫിസിറ്റ്. ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ടോട്ടൽ എക്സ്പെൻഡിച്ചറും ടോട്ടൽ റവന്യൂ തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളമാണ്, അതിനാണ് ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ബഡ്ജറ്റ് കമ്മി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചിലവും വരുമാനവും വെച്ച് നോക്കുമ്പോൾ നമുക്ക് എത്ര രൂപയുടെ കുറവുണ്ട്, അതിനാണ് എന്താ പറയുക, നമ്മൾ ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്ന് പറയാം. ഇതുപോലെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു ബഡ്ജറ്റാണ് ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ബഡ്ജറ്റ്. ക്യാപിറ്റൽ ബഡ്ജറ്റിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുന്നത്, ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. ക്യാപിറ്റൽ റെസിപ്റ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് ലോങ് ടേമിൽ ഇങ്ങോട്ടേക്ക് ലഭിക്കുന്ന ഗവൺമെൻറ്റിന് ബാധ്യതകൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അസറ്റ് ലയബിലിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യത്തക്ക രീതിയിലുള്ള റെസിപ്റ്റുകളും എക്സ്പെൻഡിച്ചറുകളും വരുന്ന ബഡ്ജറ്റിനെയാണ് എന്താ പറയുക, ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറയാം. അതിനകത്ത് എന്തെല്ലാം വരും, ക്യാപിറ്റൽ റെസിപ്റ്റ്സുകൾ വരും. ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഗവൺമെൻറ്റിന് ബാധ്യതകൾ സൃഷ്ടിക്കുന്ന ലോണുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരും, ഈ പറയുന്ന ക്യാപിറ്റൽ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് വരും. അതുപോലെ തന്നെ ഗവൺമെൻറ് ബോറോവിങ്, കടമെടുപ്പ്, ഗവൺമെൻറ് അങ്ങോട്ട് കൊടുക്കുന്ന ലോണുകൾ, ഇങ്ങോട്ട് സ്വീകരിക്കുന്ന ലോണുകൾ, അതുപോലെ തന്നെ ട്രഷറി ബില്ലുകൾ, ക്യാപിറ്റൽ പേയ്മെൻറ്റ്സുകൾ, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റുകൾ. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ ഗവൺമെൻറ് എന്ത് ചെയ്യും, പ്രൈവറ്റൈസ് ചെയ്യും. അതുവഴിയൊക്കെ ഗവൺമെൻറ് നേടിയെടുക്കുന്ന വരുമാനം, ഇതിനൊക്കെ നമ്മൾ എന്താ പറയുക, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഇത്തരം ഗവൺമെൻറ്റിൻ്റെ അസറ്റ് ആൻഡ് ലയബിലിറ്റി പൊസിഷനകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള റെസിപ്റ്റുകളും എക്സ്പെൻഡിച്ചറുകളും അടങ്ങുന്ന ബഡ്ജറ്റിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന് റവന്യൂ ബഡ്ജറ്റ്. റവന്യൂ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റവന്യൂ റെസിപ്റ്റ്സ്, റവന്യൂ എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ട് വരുന്ന ചെലവുകളും വരവുകളും രേഖപ്പെടുത്തി വയ്ക്കുന്ന ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ബഡ്ജറ്റ് ആണ് എന്ത് പറയുന്നത്, റവന്യൂ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടും. ഗവൺമെൻറ്റിന് ഇങ്ങോട്ടേക്ക് വരുമാനമായിട്ട് കിട്ടുന്നതാണ് ടാക്സ്, നോൺ ടാക്സ് റവന്യൂസ് എന്ന് പറയുന്നത്. ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ. ടാക്സ് അല്ലാതെ ഗവൺമെൻറ് ഒരുപാട് വരുമാനങ്ങൾ കിട്ടുന്നത്, അത് ഇതിനകത്ത് വരും. അതുപോലെ തന്നെ പേയ്മെൻറ്റ്സ്, ഗവൺമെൻറ് ഡേ ടു ഡേ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട പേയ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിന് സാലറി കൊടുക്കണം, പെൻഷൻസ് കൊടുക്കണം, മറ്റുള്ള ആക്ടിവിറ്റീസൊക്കെ നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് ഫണ്ടുകൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വയ്ക്കുന്ന ബഡ്ജറ്റ് ആണെങ്കിൽ അത് നമ്മളെന്ത് പറയും, റവന്യൂ ബഡ്ജറ്റ് എന്ന് പറയും. ഇനി നമ്മൾ പറഞ്ഞു ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് ഒരുപാട് ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ്. ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ബഡ്ജറ്റിന്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു രാജ്യത്ത് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്, അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ബഡ്ജറ്റ്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അലോക്കേഷൻ ഫങ്ഷൻ ഓഫ് ദി ഗവൺമെൻറ്. അലോക്കേഷൻ ഫങ്ഷൻ ഓഫ് ദി ഗവൺമെൻറ് ബഡ്ജറ്റ് എന്നുള്ളതാണ്.
അലോക്കേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റിലൂടെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ആളുകൾക്ക് ഒരുപാട് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് പബ്ലിക് ഗുഡാണ്. പബ്ലിക് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമാക്കുന്നത് ഇത്രയേ ഉള്ളൂ. പബ്ലിക് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വിച്ച് ആർ പ്രൊവൈഡഡ് ബൈ ദി പബ്ലിക് അതോറിറ്റി ഇൻ വിച്ച് ദ പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ക്ലൂഷൻ കനോട്ട് ബി അപ്ലൈഡ് ആൻഡ് ദേ ആർ നോൺ റൈവൽ ഇൻ കൺസംഷൻ. അതാണ് നമ്മൾ പബ്ലിക് ഗുഡിനെ കുറിച്ച് പറയാനുള്ളത്. പബ്ലിക് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പബ്ലിക് അതോറിറ്റി, ഗവൺമെൻറ് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു കമ്മോഡിറ്റിയാണെന്ത് പബ്ലിക് ഗുഡ് എന്ന് പറയുന്നത്. ആ പബ്ലിക് ഗുഡിൻ്റെ പ്രത്യേകത എന്താണ്? അത് എല്ലാ ആളുകൾക്കും എൻജോയ് ചെയ്യാൻ സാധിക്കും. ആരെയും നമുക്കത് ഉപയോഗിക്കുന്നതിൽ നിന്നും എന്ത് ചെയ്യാൻ കഴിയില്ല, തടയാൻ കഴിയില്ല. അതുപോലെ തന്നെ ദേ ആർ നോൺ റൈവൽ ഇൻ ക്യാരക്ടർ. നോൺ റൈവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ ഉപയോഗിച്ചു എന്ന് വിചാരിച്ചാൽ മറ്റൊരാൾക്കത് കിട്ടാതാവില്ല. അതാണ് നോൺ റൈവൽ ഇൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റോഡ്, അതെന്താണ്? പബ്ലിക് ഗുഡാണ്. അത് എല്ലാ ആളുകൾക്കും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എല്ലാ ആളുകൾക്കും അത് ഉപയോഗിക്കാം. ആരെയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, റോഡ് ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കില്ല. ഒരാൾ റോഡ് ഉപയോഗിച്ചു എന്ന് വിചാരിച്ചിട്ട് മറ്റൊരാൾക്ക് ആ റോഡ് ഉപയോഗിക്കാതിരിക്കാൻ കഴിയുന്നുമില്ല. ഓക്കെ, അപ്പോൾ റോഡ് എന്തിന് എക്സാമ്പിളാണ്? പബ്ലിക് ഗുഡിന് എക്സാമ്പിളാണ്. ഡാമുകൾ പബ്ലിക് ഗുഡിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? പബ്ലിക് ഗുഡിന് എക്സാമ്പിൾ. അപ്പോൾ ഗവൺമെൻറ് ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള പബ്ലിക് ഗുഡുകൾ പ്രൊവൈഡ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ബഡ്ജറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പോൾ ബഡ്ജറ്റിലൂടെ പബ്ലിക് ഗുഡ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് പ്രൈവറ്റ് ഗുഡ്. പ്രൈവറ്റ് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഗുഡിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഗുഡിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ദ പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ക്ലൂഷൻ ക്യാൻ ബി അപ്ലൈഡ് ആൻഡ് ദേ ആർ റൈവൽ ഇൻ ക്യാരക്ടർ. അതായത് നമുക്ക് എന്ത് ചെയ്യാം, പൈസ കൊടുക്കുന്ന ആളുകൾക്ക് മാത്രമേ അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പൈസ കൊടുക്കാത്ത ആളുകളെ നമുക്ക് തന്നെ എക്സ്ക്ലൂഡ് ചെയ്യാൻ കഴിയും. ഫോർ എക്സാമ്പിൾ ഒരു സിനിമ തിയേറ്ററിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ സിനിമ തിയേറ്ററിൽ അവിടെ സിനിമ ടിക്കറ്റ് എടുത്ത ആളുകൾക്ക് മാത്രം എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അത് സിനിമ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ആളുകളൊക്കെ അതിനെ എക്സ്ക്ലൂഡ് ചെയ്യും. അപ്പോൾ പിന്നെ അതാണ് എന്ത് അതിൻ്റെ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന കാര്യം. അതുപോലെ തന്നെ ദേ ആർ റൈവൽ ഇൻ ക്യാരക്ടർ. റൈവൽ ഇൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് അതിൻ്റെ ആസ്വാദനം കുറയുന്നു, അല്ലെങ്കിൽ ഒരാൾ കൂടുതൽ കൺസ്യൂം ചെയ്യുമ്പോൾ മറ്റുള്ള ആൾക്ക് ഇത് കിട്ടാതെയാവും. സിനിമ തിയേറ്ററിൻ്റെ കാര്യമല്ല, മറ്റു നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്രൈവറ്റ് പോണ്ടിൽ, ഒരു കുളത്തിൽ നമ്മൾ മീൻ പിടിക്കുകയാണെങ്കിൽ കൂടുതൽ ഫിഷിങ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് എന്ത് ചെയ്യില്ല, ഫിഷ് ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതാണ് റൈവൽ ഇൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പബ്ലിക് ഗുഡ്, പ്രൈവറ്റ് ഗുഡ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാറുണ്ട്, ബഡ്ജറ്റ് ഉപയോഗിക്കാറുണ്ട്. ഇനി ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലമാണ് ഫ്രീ റൈഡർ പ്രോബ്ലം എന്ന് പറയുന്നത്. ഫ്രീ റൈഡർ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ പേ ചെയ്യുന്നു, എന്നാൽ അത് പേ ചെയ്യാത്ത ആളുകൾ എന്ത് ചെയ്യുന്നു, അത് എന്ത് ചെയ്യുന്നു, എൻജോയ് ചെയ്യുക. ഒരു സർവീസസിന് കുറച്ച് ആളുകൾ മാത്രം പണം നൽകുന്നു, എന്നാൽ പണം നൽകാത്ത ആളുകൾ എന്ത് ചെയ്യുന്നു, ആ ഒരു സേവനം എൻജോയ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്താ പറയുക, ഫ്രീ റൈഡർ പ്രോബ്ലം എന്ന് പറയുക. ഫ്രീ റൈഡർ പ്രോബ്ലം. ഫ്രീ റൈഡർ പ്രോബ്ലത്തിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മറ്റൊരാൾ എന്ത് ചെയ്യുന്നു, ഒരു മ്യൂസിക് പ്ലേ ചെയ്യുന്നു, അതിൻ്റെ ഭാഗമായിട്ട് മറ്റേ ആൾ എന്ത് ചെയ്യുന്നു, ഒരാൾ പണം കൊടുത്തുകൊണ്ട് ഒരു മ്യൂസിക് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ മ്യൂസിക് പ്ലേ ചെയ്യുന്നു, ആ മ്യൂസിക് മറ്റൊരാൾ കേൾക്കുന്നു, അയാൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് എൻജോയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഫ്രീ റൈഡർ പ്രോബ്ലമാണ്. ഒരാൾ പേ ചെയ്യുന്നു, മറ്റേ ആൾ എന്ത് ചെയ്യുന്നില്ല, പേ ചെയ്യാതെ ആ സേവനം ഉപയോഗിക്കുക, അതിനെന്താ പറയുക, ഫ്രീ റൈഡർ പ്രോബ്ലം എന്ന് പറയുക. അപ്പോൾ കൂടുതൽ ഫ്രീ റൈഡർ പ്രോബ്ലം എവിടെ ഉണ്ടാവുക, ഈ പബ്ലിക് ഗുഡിൻ്റെ കേസിലാണ് ഉണ്ടാവുക, അല്ലേ? ഗവൺമെൻറ് ഇങ്ങനെ കൂടുതലായിട്ട് പണം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് പണമൊന്നും കൊടുക്കാതെ തന്നെ ആളുകൾ എന്ത് ചെയ്യുന്നു, യൂട്ടിലൈസ് ചെയ്യുന്നു, അത് ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അതാണ് ഫ്രീ റൈഡർ പ്രോബ്ലം എന്ന് പറയുന്നത്. രണ്ട്, അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞത് ഗവൺമെൻറ് പബ്ലിക് ഗുഡും പ്രൈവറ്റ് ഗുഡും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബഡ്ജറ്റ് നടപ്പിലാക്കുന്നു. രണ്ട്, റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇക്കോണമിയിൽ പണത്തിൻ്റെ അളവിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്, ഇൻകം ഇൻഇക്വാലിറ്റി ഉണ്ട്, പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരമുണ്ട്. അതുകൊണ്ട് പാവപ്പെട്ട ആളുകൾക്കിടയിലേക്ക് കൂടുതൽ പണം എത്തിക്കണം, അവരുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കണം, അവരുടെ ഇൻകം ലെവൽ വർദ്ധിപ്പിക്കണം, അതുപോലെ തന്നെ അവരുടെ കൺസംഷൻ ലെവൽ, ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലെവൽ, ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുപാട് പണം ആവശ്യമാണ്. അവർക്ക് പെൻഷനായിട്ട്, സ്കോളർഷിപ്പായിട്ട്, അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസുകളായിട്ട് ഇതൊക്കെ ഒരുപാട് പണം കൊടുക്കാൻ ഗവൺമെൻറ് കയ്യിൽ പണം ആവശ്യമാണ്. അപ്പോൾ ഈ ഇത്തരം ആവശ്യമായിട്ടുള്ള പണങ്ങൾ ഗവൺമെൻറ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഗവൺമെൻറ് കണ്ടെത്തുന്നത് ടാക്സേഷനിലൂടെയാണ്. അപ്പോൾ ടാക്സ് ചുമത്തിക്കൊണ്ട് പല ഇതിലുള്ള ടാക്സുകൾ, ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, അല്ലേ, അങ്ങനെയുള്ള ഒരുപാട് ടാക്സുകൾ ചുമത്തിക്കൊണ്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് വലിയൊരു ഫണ്ട് കണ്ടെത്തുകയും ആ ഫണ്ടിൽ നിന്നും എന്ത് ചെയ്യുന്നു, ജനങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് അവിടെ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതുവഴി ഇക്കോണമിയിൽ ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു, ഇക്കോണമിയിൽ ആവശ്യമായിട്ടുള്ള മേഖലകളിലേക്ക് പണം എത്തിക്കുന്നു. അതാണ് റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. മറ്റൊന്ന് സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷനാണ്. സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ ഓഫ് ദി ഗവൺമെൻറ്. അതായത് ഇക്കോണമിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, ഇക്കോണമിക് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും.
സാമ്പത്തിക തകർച്ച ഉണ്ടാവാം, അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം അനുഭവിക്കുന്നുണ്ടാവും നമ്മുടെ എക്കോണമി, അൺഎംപ്ലോയ്മെൻറ്റ്, പോവർട്ടി പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ എക്കോണമിക്കകത്തുണ്ടാവും. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ മറികടക്കുന്നതിന് വേണ്ടിയിട്ടും അത്തരം മേഖലകളെ കൂടുതൽ എന്താ പറയുക ഉയർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ബഡ്ജറ്റ് നടപ്പിലാക്കാറുണ്ട്. അപ്പോൾ ബഡ്ജറ്റിലൂടെയാണ് ഈ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം, പോവർട്ടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇക്കോണമിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടെങ്കിൽ ആ മേഖലകൾ അല്ലെങ്കിൽ ഇതിലും സെക്ടറുകൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചെറുകിട മേഖലകളൊക്കെ ഒരു രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള വായ്പകളൊക്കെ നൽകിക്കൊണ്ട് ഇക്കോണമിയിലെ ഫ്ലക്ച്വേഷൻസ്, വ്യതിയാനങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് ഇക്കോണമിയെ ഒരു സ്മൂത്ത് മാനറിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഗവൺമെൻറ് ഇത് ചെയ്യാറുണ്ട്, ബഡ്ജറ്റ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂണിയൻ ബഡ്ജറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ബഡ്ജറ്റിനകത്ത് പ്രധാനമായിട്ടും 2 അക്കൗണ്ടുകളാണുള്ളത്. ഒന്ന് റവന്യൂ അക്കൗണ്ട്, മറ്റൊന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്. റവന്യൂ അക്കൗണ്ടിനകത്ത് ഡീൽ ചെയ്യുന്നത് ഗവൺമെൻറ് ഡേ ടു ഡേ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട കിട്ടുന്ന വരുമാനവും ചിലവുമൊക്കെയാണ് അതിനകത്ത് ഡീൽ ചെയ്യുന്നത്. അതിനകത്ത് 2 പാർട്ടുകളുണ്ട്. ഒന്ന് റവന്യൂ റെസിപ്റ്റ്സ്, റവന്യൂ എക്സ്പെൻഡിച്ചർ. അതിൽ റവന്യൂ റെസിപ്റ്റ്സ് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് ഡേ ടു ഡേ ഇങ്ങോട്ടേക്ക് കിട്ടുന്ന വരുമാനങ്ങൾ എന്തെല്ലാമാണ്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഏതൊക്കെയാണ്, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂസാണ്. ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ. അപ്പോൾ എന്താണ് ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞാൽ, ഗവൺമെൻറ്റിന് പ്രധാനമായിട്ടും കിട്ടുന്ന പ്രധാനപ്പെട്ട ടാക്സ് റവന്യൂസ് ഏതൊക്കെയാണ്, ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സ്, GST, ഇതൊക്കെയാണ് ഗവൺമെൻറ് കിട്ടുന്ന പ്രധാനപ്പെട്ട ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗം എന്താണ്, നികുതിയാണ്, ടാക്സാണ്. മറ്റൊന്ന് നോൺ ടാക്സ് റവന്യൂസ് ഉണ്ട്. ഗവൺമെൻറ്റിന് ഇങ്ങോട്ട് കിട്ടുന്ന നികുതി അല്ലാത്ത പണങ്ങളുണ്ട്, നോൺ ടാക്സ് റവന്യൂസ് എന്ന് പറയും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫൈനുകൾ, ഫീസുകൾ, പെനാൽറ്റീസ്, എസ്റ്റീറ്റ്സ്, ഫോർഫീച്ചേഴ്സ്, ഇതൊക്കെ എന്താണ്, ഗവൺമെൻറ്റിന് നികുതി അല്ലാതെ കിട്ടുന്ന പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളാണ്. അതിനാണ് എന്ത് പറയുക, നോൺ ടാക്സ് റവന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫൈൻസൊക്കെ നമ്മൾ എന്തിനാണ് ഈടാക്കുക, ഫൈന് ഗവൺമെൻറ് എന്തെങ്കിലും നിയമങ്ങൾ ലംഘിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈടാക്കുന്നതാണ് ഫൈൻ എന്ന് പറയുന്നത്. ഫീസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഗവൺമെൻറ് സർവീസസ് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫീസ് അടയ്ക്കണം. പെനാൽറ്റീസ് ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നിയമലംഘനങ്ങൾ നടത്തി കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യുക, പെനാൽറ്റീസ് ഈടാക്കുന്നത്. അതുപോലെ തന്നെയാണ് ഫോർഫീച്ചേഴ്സ്, എസ്റ്റീറ്റ്സ് എന്നൊക്കെ പറയുന്നത്. ഫോർഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോടതിയിൽ കെട്ടിവെക്കേണ്ടത്, കോടതിയുടെ സമയം നമ്മൾ കളഞ്ഞതിന് നമ്മൾ കോടതിയിൽ കെട്ടിവെക്കേണ്ട ഒരു ഫൈന് പോലത്തെ സംഭവത്തെയാണ് നമ്മൾ എന്താ പറയുക, ഫോർഫീച്ചേഴ്സ് എന്ന് പറയുക. എസ്റ്റീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനന്തരാവകാശികളല്ലാതെ ആരെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ അയാളുടെ സ്വത്തുകളൊക്കെ ഗവൺമെൻറ്റിലേക്ക് കണ്ടുകെട്ടും. അതും ഗവൺമെൻറ് ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ അങ്ങനെയുള്ള വരുമാന മാർഗ്ഗങ്ങൾ നമ്മൾ എന്ത് പറയും, നോൺ ടാക്സ് റവന്യൂസ് എന്ന് പറയുന്നു. ഇതുപോലെ തന്നെ റവന്യൂ റെസിപ്റ്റ്സ് പോലെ തന്നെ റവന്യൂ അക്കൗണ്ടിൻ്റെ മറ്റൊരു ഭാഗമാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഗവൺമെൻറ്റിൻ്റെ ഡേ ടു ഡേ എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണ് വരുന്നത്, ഗവൺമെൻറ്റിൻ്റെ റവന്യൂ അക്കൗണ്ടിലെ എക്സ്പെൻഡിച്ചേഴ്സ് എന്തൊക്കെയാണ്. ഞാൻ പറഞ്ഞു സാലറീസ്, അതുപോലെ തന്നെ പെൻഷൻസ്, ഇതൊക്കെ കൊടുക്കാനുള്ളത്. അതുപോലെ തന്നെ ഗവൺമെൻറ് കടമെടുത്തിട്ടുള്ള ലോണിൻ്റെ പുറത്തുള്ള ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, ഇതൊക്കെ എവിടെ വരുന്നത്, റവന്യൂ എക്സ്പെൻഡിച്ചറിനകത്താണ് വരുന്നത്. രണ്ടാമത്തെ അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പണൻ്റാണ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ്റിൻ്റെ അസറ്റ് ലയബിലിറ്റിയിൽ മാറ്റം ഉണ്ടാകുന്ന തരത്തിലുള്ള ഗവൺമെൻറ്റിന് ഇങ്ങോട്ടേക്ക് ലയബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നോൺ ലയബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്ന, അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള റെസിപ്റ്റ്സുകളെയാണ് നമ്മളെന്ത് പറയുക, ഈ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഗവൺമെൻറ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടമെടുക്കുന്നു, ബോറോവിങ്. അതുപോലെ തന്നെ ലോൺ എടുക്കുന്നത് അല്ലേ, അതെന്താണ്, ഈ ക്യാപിറ്റൽ റെസിപ്റ്റ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള വരുമാനം, ഇതൊക്കെ എന്താണ്, ഈ പറയുന്ന ക്യാപിറ്റൽ റെസിപ്റ്റ്സിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് ഗവൺമെൻറ് അങ്ങോട്ട് ലോൺ കൊടുത്തത്. ഗവൺമെൻറ് മറ്റു വിദേശ രാജ്യങ്ങൾക്ക് ലോൺ കൊടുത്തത് എന്താണ്, ഗവൺമെൻറ്റിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിളാണ്. അല്ലെങ്കിൽ പുതിയ ബിൽഡിങ്ങുകൾ, കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസൊക്കെ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ചിലവുകൾ, അതൊക്കെ എന്താണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഭാഗമാണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇത്തരം ട്രാൻസാക്ഷൻസ് ആണ് വരുന്നത്. ഇനി ഗവൺമെൻറ് ബഡ്ജറ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു റവന്യൂ ബഡ്ജറ്റ് അല്ലെങ്കിൽ റവന്യൂ അക്കൗണ്ട്, അതിനകത്ത് എന്ത് വരുന്നുണ്ട്, റവന്യൂ റെസിപ്റ്റ്സ്. റവന്യൂ റെസിപ്റ്റ്സിൽ ടാക്സ്, നോൺ ടാക്സ് റവന്യൂ, എന്താണ് ടാക്സ് റവന്യൂ, എന്താണ് നോൺ ടാക്സ് റവന്യൂ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി റവന്യൂ എക്സ്പെൻഡിച്ചറിൽ ഗവൺമെൻറ് പ്രധാനപ്പെട്ട എക്സ്പെൻഡിച്ചറായിട്ട് വരുന്നത് എന്തൊക്കെയാണ്, പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ, അതുപോലെ തന്നെ നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ. ഗവൺമെൻറ് പ്ലാൻ ചെയ്ത എക്സ്പെൻഡിച്ചർ, പ്ലാൻ ചെയ്യാത്ത എക്സ്പെൻഡിച്ചർ, അതെന്താണെന്നുള്ളത് നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. ദെൻ ക്യാപിറ്റൽ ബഡ്ജറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട്, അതിനകത്ത് വരുന്നത് ക്യാപിറ്റൽ റെസിപ്റ്റ്സ്,
ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ റെസിപ്റ്റ്സിൽ ഞാൻ പറഞ്ഞു ഗവൺമെൻറ് ഇങ്ങോട്ട് സ്വീകരിക്കുന്നതാണെന്ത് ബോറോവിങ്, അതൊക്കെ ഗവൺമെൻറ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്ത് വരുന്നതാണ്. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്ത് വരുന്നതൊക്കെയാണ് പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, നോൺ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇതാണ് പിന്നെ ഗവൺമെൻറ് പ്രധാനപ്പെട്ട എക്സ്പെൻഡിച്ചർ ഐറ്റംസ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ എക്സ്പെൻഡിച്ചറിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണ്. എക്സ്പെൻഡിച്ചറിൻ്റെ ക്ലാസിഫിക്കേഷൻ, അപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഏതൊക്കെ ടൈപ്പിലാണെന്നുള്ളതാണ്. ഒന്നാമത് റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മുടെ ഫിസിക്കൽ അസറ്റോ ഫിനാൻഷ്യൽ അസറ്റുകളോ ഒന്നും ക്രിയേറ്റ് ചെയ്യാത്ത ടൈപ്പ് പിന്നെ എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു തരത്തിലുള്ള ബാധ്യതകൾ സൃഷ്ടിക്കാത്ത രീതിയിലുള്ള എക്സ്പെൻഡിച്ചർ, അതിനാണ് എന്താ പറയുക നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ പർപ്പസസ് അതർ ദാൻ ദി ക്രിയേഷൻ ഓഫ് ഫിസിക്കൽ ഓർ ഫിനാൻഷ്യൽ അസറ്റ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഗവൺമെൻറ് ചിലവഴിക്കുന്ന പണത്തിനാണ് എന്താ പറയുക നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഗവൺമെൻറ്റിൻ്റെ നോർമൽ ഫങ്ഷനിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള എക്സ്പെൻഡിച്ചറിനെയാണ് എന്താ പറയുക നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചറിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത്? നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, നമ്മൾ ഓൾറെഡി എടുത്ത കടത്തിൻ്റെ മുകളിലുള്ള പലിശ നിരക്ക് കൊടുക്കുന്നത് എന്താണ്? അത് ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണ്. ആ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എവിടെ വരുന്നത്? റവന്യൂ എക്സ്പെൻഡിച്ചറിനകത്താണ് വരുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സാലറീസ് കൊടുക്കുക, ഗ്രാൻസുകൾ കൊടുക്കുക, ഇതെല്ലാം എവിടെയാണ് വരുന്നത്? ഈ പറയുന്ന റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്, അല്ലേ? ഗ്രാൻസ് ഗിവൺ ടു ദി സ്റ്റേറ്റ് ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കുന്ന പിന്നെ ഗ്രാൻറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതൊക്കെ ചോദിക്കും, ഏതൊക്കെ അക്കൗണ്ടിലാണ് വരുന്നത് എന്നുള്ളത് ചോദിക്കും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളത് എല്ലാം നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഓരോ കോമ്പണൻറ്റും ഏത് അക്കൗണ്ടിന് കീഴിലാണ്, ഏത് എക്സ്പെൻഡിച്ചറിൻ്റെ കീഴിലാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ് പ്രത്യേകിച്ച് അസറ്റോ ലയബിലിറ്റീസോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ അസറ്റോ ഫിസിക്കൽ അസറ്റോ ക്രിയേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള പിന്നെ എക്സ്പെൻഡിച്ചറിനെ പറയുന്ന പേരാണത് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അത് ഗവൺമെൻറ് നോർമൽ ഫംഗ്ഷനിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻഡിച്ചറാണ്. ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ട് വരുന്ന ചിലവുകളാണ്. ഗവൺമെൻറ് മറ്റു പിന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തതിൻ്റെ മുകളിൽ അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, പലിശ നിരക്ക്, അതുപോലെ തന്നെ സാലറീസ്, പെൻഷൻസ്, ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പിന്നെ ചിലവഴിക്കുന്ന പണത്തിനൊക്കെ നമ്മൾ എന്തിനകത്ത് ഉൾപ്പെടുത്താം? റവന്യൂ എക്സ്പെൻഡിച്ചറിനകത്ത് ഉൾപ്പെടുത്താം. ഇനി പ്ലാൻ ആൻഡ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു റവന്യൂ എക്സ്പെൻഡിച്ചറിനകത്തും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്തും പ്ലാൻ ആൻഡ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ കണ്ടു. അപ്പോൾ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ 5 ഇയർ പ്ലാനിനകത്ത് പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കൃത്യമായ രീതിയിൽ ഓരോ പ്ലാനിനകത്തും പറഞ്ഞിരിക്കുന്ന എക്സ്പെൻഡിച്ചർ എത്രയാണ്, അതിനെന്താ പറയുക നമ്മൾ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. സ്പെസിഫിക്കലി 5 ഇയർ പ്ലാനിനകത്ത് പറഞ്ഞിരിക്കുന്ന എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും യൂണിയൻ ടെറിട്ടറീസിനൊക്കെ 5 ഇയർ പ്ലാനിൽ ഇത്ര എക്സ്പെൻഡിച്ചർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഓരോ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മാറ്റിവെക്കുന്ന എക്സ്പെൻഡിച്ചറിനെ പറയുന്ന പേരാണത് പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. 5 ഇയർ പ്ലാനിൽ പറഞ്ഞ പ്രകാരം ഓരോ സംസ്ഥാനങ്ങൾക്കും യൂണിയൻ ടെറിട്ടറീസിനും ഓരോ പദ്ധതികൾ നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ എന്താ പറയുക പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ? നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞു റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പണൻ്റാണത് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ കൊടുക്കുന്നത്? അതായത് പിന്നെ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ സർവീസസ് ഓഫ് ദി ഗവൺമെൻറ്. ദെൻ ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട എക്സ്പെൻഡിച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്, ഡിഫൻസ് സർവീസസ്, സബ്സിഡീസ്, സാലറീസ്, പെൻഷൻസ്, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ചിലവഴിക്കുന്ന എക്സ്പെൻഡിച്ചറിന് എന്താ പറയുക നമ്മൾ നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ. ഇത് കൃത്യമായിട്ട് ഒരു 5 ഇയർ പ്ലാൻ പറഞ്ഞതുപോലെയല്ല, അല്ലാതെ ഗവൺമെൻറ് ചിലവഴിക്കുന്ന ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന എക്സ്പെൻഡിച്ചേഴ്സിനെയാണ് നമ്മൾ എന്താ പറയുക നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്താണ്, നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്താണ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ അസറ്റ് ലയബിലിറ്റീസിനകത്ത് മാറ്റങ്ങൾ വരുന്ന തരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് നമ്മൾ പറയുന്ന പേരാണെന്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് എന്തൊക്കെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിങ്ങുകൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ട് ഗവൺമെൻറ് വരുന്ന ചിലവ്, ഡാമുകൾ, മറ്റു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് വരുന്ന ചിലവുകൾ, മെഷീനറീസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്ന ചിലവുകൾ, എക്യുപ്മെൻറ്റ്സുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്ന ചിലവുകൾ, അതുപോലെ തന്നെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ചിലവുകൾ, അതുപോലെ തന്നെ ലോണുകളൊക്കെ അസറ്റിൽ മാറ്റങ്ങൾ വരുത്തും അല്ലെങ്കിൽ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് സ്വീകരിക്കുന്ന അഡ്വാൻസുകൾ, ലോണുകൾ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, അല്ലേ? അതുവഴിയൊക്കെ ഉണ്ടാകുന്ന പിന്നെ നമ്മൾ എന്താ പറയുക ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു
പിന്നെ സ്വകാര്യവൽക്കരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന വരുമാനങ്ങൾ, ഇതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്? ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ അസറ്റ് ലയബിലിറ്റീസ് ഇതിനകത്ത് മാറ്റം വരുത്തുന്ന രീതിയിലുള്ള എക്സ്പെൻഡിച്ചേഴ്സിനാണ് എന്ത് പറയുക? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ലയബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് എക്സ്പെൻഡിച്ചേഴ്സിനെ പറയുന്ന പേരാണത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത്. എന്താണ്? നമ്മൾ പുതിയ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി വരുന്ന ചിലവ്, റോഡ് നിർമ്മാണത്തിനൊക്കെ ഭൂമി ഏറ്റെടുക്കേണ്ടി വരും, ഡാം നിർമ്മാണത്തിന് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിന് ഭൂമി ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ ഭൂമി ലാൻഡ് അക്വിസിഷന് വേണ്ടി കൊടുക്കുന്ന ചിലവുകൾ, ബിൽഡിംഗ് നിർമ്മിക്കാൻ, മെഷീനറീസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്യുപ്മെൻറ്റ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഷെയർ മാർക്കറ്റിൽ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ചിലവുകൾ, അതുപോലെ ലോണിൻ്റെ മുകളിൽ വരുന്ന ചിലവുകൾ, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിളാണ്. മറ്റൊരു കാറ്റഗറിയാണ് ഡെവലപ്മെൻറ്റ് ആൻഡ് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇക്കോണമിയിലെ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്ന എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അതിനെന്ത് പറയും? നമ്മൾ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഓക്കെ, എക്സ്പെൻഡിച്ചർ വിച്ച് റിസൾട്ട്സ് ഇൻ ദി ജനറേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ, ഒരു ഇക്കോണമിയിൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുക, പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക, ആ രീതിയിലൊക്കെയുള്ള ആക്ടിവിറ്റീസ് നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന എക്സ്പെൻഡിച്ചറിന് പറയുന്ന പേരാണിത് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇക്കോണമിയിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരിക, ഇക്കോണമിയിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക പുതിയതായിട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. മറ്റൊന്ന് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇക്കോണമിയിൽ യാതൊരു തരത്തിലുള്ള ഇമ്പാക്റ്റും ക്രിയേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള എക്സ്പെൻഡിച്ചർ നമ്മൾ പറയുന്ന പേരാണ് എന്താണ്? ഈ നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യില്ല? ഇക്കോണമിയിൽ എംപ്ലോയ്മെൻറ്റോ അല്ലെങ്കിൽ പ്രൊഡക്ഷനോ അതൊന്നും ക്രിയേറ്റ് ചെയ്യാത്ത തരത്തിലുള്ള എക്സ്പെൻഡിച്ചറിനാണ് എന്ത് പറയുക? നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, ഇക്കോണമിയിൽ വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്ന തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ. മറ്റൊന്ന് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മെഷേഴ്സ് ഓഫ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെർമിനോളജിയാണിത് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്മി എന്ന് പറയും. അപ്പോൾ എന്താണ് ഡെഫിസിറ്റിനകത്ത് സൂചിപ്പിക്കുന്നത്? നമുക്ക് കുറച്ച് ഡെഫിസിറ്റുകൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ 3 ഡെഫിസിറ്റുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. റവന്യൂ ഡെഫിസിറ്റ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ്, അതുപോലെ തന്നെ പ്രൈമറി ഡെഫിസിറ്റ്. ഈ 3 ഡെഫിസിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ റവന്യൂ അക്കൗണ്ടിലുള്ള റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ റെസിപ്റ്റ്സും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ എന്ത് പറയുക? റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുക. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ്സ്, ഇതിനാണ് നമ്മൾ എന്ത് പറയുക? റവന്യൂ ഡെഫിസിറ്റ് അഥവാ RD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ്സ്. അപ്പോൾ അവിടെ നോക്കിക്കേ, നമ്മുടെ ദൈനംദിന ചെലവ് കൂടുതലും ദൈനംദിന വരുമാനം കുറവും, ആ ഒരു സാഹചര്യത്തെ നമ്മൾ എന്താ പറയുക? റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയാം. റവന്യൂ ഡെഫിസിറ്റ് എപ്പോഴും നമ്മൾ പറയുന്നത് ആസ് എ പെർസെൻറ്റേജ് ഓഫ് GDP ആയിട്ടാണ്. മൊത്തം ദേശീയ വരുമാനത്തിൻ്റെ ഒരു ശതമാന കണക്കിലാണ് നമ്മൾ എന്താ പറയുക? നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് പറയുക. നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് നമ്മുടെ GDPയുടെ 2%, 1.5%, അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ളത്. സോ റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ്സ് ഈസ് നോൺ ആസ് റവന്യൂ ഡെഫിസിറ്റ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്കോണമിയിലെ വരുമാനം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, നമ്മുടെ ചിലവുകൾ മീറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മൾ കടമെടുക്കേണ്ട ഒരു എമൗണ്ടിനെ സൂചിപ്പിക്കുന്നതാണത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. സോ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഗവൺമെൻറ്റ്സ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ഇറ്റ്സ് ടോട്ടൽ റെസിപ്റ്റ്സ് എക്സ്ക്ലൂഡിങ് ബോറോവിങ്. അപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് നമ്മൾ എന്താ പറയുക? ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ്റിൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ പ്ലസ് റവന്യൂ റെസിപ്റ്റ്സ് പ്ലസ് നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു ബ്രാക്കറ്റിംഗ് ഉണ്ട്. അപ്പോൾ റവന്യൂ നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്നും എന്ത് ചെയ്യണം? ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ്സ് പ്ലസ് നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ് NDCR. അതായത് ഇവിടെ നമ്മുടെ ഇക്കോണമിക്കകത്ത് ഒരു ടെക്നിക്കൽ ടേമാണ് ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന ഇത്രേ ഉള്ളൂ, നമ്മുടെ ഇക്കോണമിയിൽ നമുക്ക് ടോട്ടൽ വരുന്ന എക്സ്പെൻഡിച്ചർ, ഈ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തെല്ലാം ഉൾപ്പെടും?
നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഇത് രണ്ടും ഉൾപ്പെട്ടതാണെന്ത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ആ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്നും എന്ത് കുറയ്ക്കണം? നമ്മുടെ ആകെ ചിലവ് എന്താണ്? ഈ ടോട്ടൽ എക്സ്പെൻഡിച്ചറാണ്. ഈ ആകെ ചിലവിൽ നിന്ന് നമുക്ക് നമ്മുടെ രാജ്യത്ത് ഇങ്ങോട്ട് കിട്ടുന്ന വരുമാനം കുറയ്ക്കുക. ഇങ്ങോട്ട് കിട്ടുന്ന വരുമാനം എന്താണ്? റവന്യൂ റെസിപ്റ്റ്സ്. ഓക്കെ, റവന്യൂ റെസിപ്റ്റ്സ് ആണ് ടാക്സ്, നോൺ ടാക്സ് റവന്യൂ, ഇത് കിട്ടും. അപ്പോൾ നമ്മുടെ മൊത്തം ചിലവിൽ നിന്നും നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന വരുമാനം കുറച്ചു. പിന്നെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന മറ്റൊരു വരുമാനം എന്താണ്? നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഭാഗമാണ്. നമുക്ക് ബാധ്യതകളില്ലാതെ, ലയബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യാതെ നമ്മൾ ഇങ്ങോട്ടേക്ക് സ്വീകരിക്കുന്ന വരുമാനത്തെയാണെന്ന് പറയുക നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന് പറയുക. അതായത് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ കടമെടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? അത് ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആണ്. നമുക്ക് ബാധ്യതകൾ സൃഷ്ടിക്കുന്നു. കാരണം നമ്മളത് കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ മുതലും പലിശയടക്കം തിരിച്ചു കൊടുക്കണം. അപ്പോൾ മുതലും പലിശയടക്കം തിരിച്ചു കൊടുക്കേണ്ടാത്ത നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ഏതാണ്? നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ഏതാണ്? ഒരു എക്സാമ്പിളാണ് റിക്കവറീസ് ഓഫ് ലോൺസ് എന്ന് പറയുന്നത്. അത് എവിടെയാണ് വരുന്നതാണ്? റിക്കവറീസ് ഓഫ് ലോൺസ് വരുന്നത് അവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിനകത്താണ്, ക്യാപിറ്റൽ അക്കൗണ്ട് റെസിപ്റ്റ്സിനകത്താണ്. റിക്കവറീസ് ഓഫ് ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം മറ്റു വിദേശ രാജ്യങ്ങൾക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ലോൺ കൊടുത്തിട്ടുണ്ട്. ആ ലോണിൻ്റെ മുകളിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ലഭിക്കുന്ന പലിശ നിരക്കിനാണ് എന്ത് പറയുക? നമ്മൾ റിക്കവറീസ് ഓഫ് ലോൺസ് എന്ന് പറയുക. ആ പലിശ നിരക്ക് എന്താണ്? നമുക്ക് ബാധ്യതകളില്ലാതെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ഇൻകമാണ്. അപ്പോൾ അതിനെന്ത് പറയുക? നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. അപ്പോൾ ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇക്കോണമിക്ക് കിട്ടുന്ന ടോട്ടൽ വരുമാനവും ബാധ്യതകളില്ലാതെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ടോട്ടൽ വരുമാനമാണെന്ത്? ഈ റവന്യൂ റെസിപ്റ്റ്സും നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ്സും. ടോട്ടൽ എക്സ്പെൻഡിച്ചറോ നമുക്ക് ആകെ വരുന്ന ചിലവാണ്. അപ്പോൾ ആകെ വരുന്ന ചിലവിൽ നിന്നും ആകെ കിട്ടുന്ന ബാധ്യതകളില്ലാത്ത വരുമാനം കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണത് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ മൊത്തം ചിലവിൽ നിന്നും നമുക്ക് കിട്ടുന്ന വരുമാനം കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ചിലവ് അധികമായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ചിലവ് മീറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടമെടുക്കേണ്ടി വരുന്നു. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടമെടുക്കുന്ന ആ ഒരു എമൗണ്ടിനാണ് എന്താ പറയുക? ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുക. ഇതും നമ്മൾ എന്താ പറയാറുള്ളത്? GDPയുടെ ഒരു ശതമാന കണക്കിലാണ് പറയാറുള്ളത്. ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ 4%, GDPയുടെ 4%, 3% എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. ഒരു രാജ്യത്തിൻ്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൂടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൂടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ രാജ്യം വലിയ സാമ്പത്തിക കടത്തിലാണ് എന്നാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ആ രാജ്യത്ത് സാമ്പത്തിക അച്ചടക്കമില്ല, ഫിസ്ക്കൽ ഡിസിപ്ലിൻ ഇല്ല, ഫിസ്ക്കൽ പ്രൊഡൻസ് ഇല്ല എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. അതാണ് റവന്യൂ ഡെഫിസിറ്റ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഇതുപോലുള്ള മറ്റൊരു കോൺസെപ്റ്റാണെന്ത്? പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. പ്രൈമറി ഡെഫിസിറ്റിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ നിന്നും ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ബാക്കി എമൗണ്ടിനെ പറയുന്ന പേരാണ് പ്രൈമറി ഡെഫിസിറ്റ്. ഇത് നമ്മൾ GDPയുടെ ഒരു നിശ്ചിത ശതമാനമായിട്ടാണ് പറയാറുള്ളത്. അതായത് നമ്മൾ കടമെടുക്കുന്ന പണമാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ ചെലവുകൾ നടത്താൻ വേണ്ടി നമ്മൾ കടമെടുക്കുന്ന പണമാണെന്ത്? ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ആ ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ നിന്നും നമ്മൾ ഓൾറെഡി കടമെടുത്ത പണത്തിൻ്റെ പലിശ നിരക്ക് അടയ്ക്കാനല്ലാതെ നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എത്രത്തോളം പണം ഉപയോഗിച്ചു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? പ്രൈമറി ഡെഫിസിറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രൈമറി ഡെഫിസിറ്റ് കുറയുകയാണ് ചെയ്യേണ്ടത് അല്ലേ? പ്രൈമറി ഡെഫിസിറ്റ് ഏറ്റവും കുറയുന്നത് നല്ല ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ പ്രൈമറി ഡെഫിസിറ്റ് എന്താ കാണിക്കുന്നത്? നമ്മുടെ ഗ്രോസ് പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ നിന്നും എന്ത് കുറയ്ക്കണം? നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റീസ്. നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നത് എന്താണ്? നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റീസ് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ ഇങ്ങോട്ട് സ്വീകരിക്കുന്നുണ്ട്, അതുപോലെ വിദേശ രാജ്യത്തേക്ക് നമ്മൾ ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. കടം വാങ്ങിയതിൻ്റെ മുകളിൽ അങ്ങോട്ടേക്ക് പലിശ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് കിട്ടിയ പലിശയും അങ്ങോട്ട് കൊടുത്ത പലിശയും നമ്മളുടെ വ്യത്യാസത്തിനാണ് എന്ത് പറയുക? നമ്മൾ നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റീസ് എന്ന് പറയാം. അപ്പോൾ ഗ്രോസ് ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ നിന്നും എന്ത് കുറയ്ക്കണം? നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റീസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് പ്രൈമറി ഡെഫിസിറ്റ് കിട്ടും. അപ്പോൾ പ്രൈമറി ഡെഫിസിറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്ത പണം നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി എത്രത്തോളം യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ വിദേശ രാജ്യത്ത് നിന്ന് എടുത്ത കടത്തിൻ്റെ പലിശ അടയ്ക്കാനല്ലാതെ നമ്മുടെ രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് എത്രത്തോളം നമ്മൾ പണം ഉപയോഗിച്ചു എന്നുള്ളതാണ് എന്ത് കാണിക്കുന്നത്? ഈ ഒരു പ്രൈമറി ഡെഫിസിറ്റ് കാണിക്കുന്നത്. അപ്പോൾ ഈ 3 ഡെഫിസിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് റവന്യൂ ഡെഫിസിറ്റും ഫിസ്ക്കൽ ഡെഫിസിറ്റുമാണ്. ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഡെഫിസിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് നമ്മൾ പറയുക? റവന്യൂ ഡെഫിസിറ്റാണ് ഏറ്റവും ഡേഞ്ചറസ് അല്ലേ? റവന്യൂ ഡെഫിസിറ്റ് ഡേഞ്ചറസ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? റവന്യൂ ഡെഫിസിറ്റാണ് ഇതിലേക്ക് നയിക്കുന്നത്, ഫിസ്ക്കൽ ഡെഫിസിറ്റിലേക്ക് നയിക്കുന്നത്. റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള പണം ആ രാജ്യത്തിൻ്റെ കയ്യിലില്ല. ടോട്ടൽ റവന്യൂ ടോട്ടൽ എക്സ്പെൻഡിച്ചറും അവിടെ എന്ത് ചെയ്യുന്നില്ല? ഇക്വേറ്റ് ചെയ്യുന്നില്ല. അത്തരം സാഹചര്യത്തിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നത്? വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടമെടുക്കേണ്ടി വരുന്നത്. സോ റവന്യൂ ഡെഫിസിറ്റ് വിൽ ക്രിയേറ്റ് ദ അൺപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അതുകൊണ്ട് റവന്യൂ ഡെഫിസിറ്റ് ഈസ് മോസ്റ്റ് ഡേഞ്ചറസ് ദാൻ ദി ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അപ്പോൾ ഈ എല്ലാ ഡെഫിസിറ്റുകളും കുറച്ചു കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എല്ലാ ബഡ്ജറ്റിലും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട്
അത് ചെയ്യാറുണ്ട്, ഒരുപാട് പ്രപ്പോസൽസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഡെഫിസിറ്റുകൾ കുറച്ച് കൊണ്ടുവരാം? ഇതൊക്കെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഫോളോ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനീഷ്യേറ്റീവായിരുന്നു FRBM ആക്ട് എന്ന് പറയുന്നത്, ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് 2003. 2004 ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് തുടങ്ങിയത്. അതായത് നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് FRBM ആക്ട് നടപ്പിലാക്കിയിട്ടുള്ളത്. അതായത് നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ കടം കുറച്ച് കൊണ്ടുവരിക, ഫിസ്ക്കൽ ഡെഫിസിറ്റ്, റവന്യൂ ഡെഫിസിറ്റ് ഇതൊക്കെ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനകത്ത് പറയുന്നത് നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് GDPയുടെ 3% കുറച്ച് കൊണ്ടുവരണം എന്നുള്ളതാണ് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ പരമാവധി ഫിസ്ക്കൽ ഡെഫിസിറ്റ് എത്രയാകാൻ പാടുള്ളൂ? മൊത്തം GDPയുടെ 3% ആകാനേ പാടുള്ളൂ. അതുപോലെ തന്നെ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഡെഫിസിറ്റ് ഏതാണ്? റവന്യൂ ഡെഫിസിറ്റാണ്. അപ്പോൾ ആ റവന്യൂ ഡെഫിസിറ്റ് എന്തായിരിക്കണം? നമ്മുടെ GDPയുടെ 0% കുറച്ച് കൊണ്ടുവരണം എന്നുള്ളതാണ് FRBM ആക്ട് പ്രകാരം പറയുന്നത്. അപ്പോൾ 2004 ഈ ആക്ട് നമ്മൾ നടപ്പിലാക്കി 2007-08 ആകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ നമുക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ, ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് 2007-2008, അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഫിനാൻഷ്യൽ സ്ലോ ഡൗൺ, അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ കൊണ്ട് ഇപ്പോഴും സ്റ്റിൽ 2025 ഇപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല? ഈ FRBM ആക്ട് അതിൻ്റെ ആ ഒരു സെൻസിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൂടുതലാണ്, റവന്യൂ ഡെഫിസിറ്റ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ആ ഒരു മാഗ്നിറ്റ്യൂഡിലേക്ക് പോയി നോക്കാം. ഏതൊക്കെയാണ് ഇപ്പോഴത്തെ ഡെഫിസിറ്റ് ട്രെൻഡ് എന്താണെന്നുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് 2025 പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ബഡ്ജറ്റ് പ്രകാരം എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡുകളെന്ന് നോക്കാം. അപ്പോൾ അതിൽ ഡെഫിസിറ്റ് ട്രെൻഡ്സ് പറയുന്നത് നമ്മൾ 2025-26 കാലഘട്ടത്തിൽ നമ്മുടെ ബഡ്ജറ്റിൽ പ്രപ്പോസൽ പ്രകാരം പറയുന്നതാണ്. 2025-26 കാലഘട്ടത്തിൽ നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന എത്രയാണ്? 4.4. അതിലേക്ക് കുറച്ച് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്, അല്ലേ? ഇപ്പോൾ നോക്കുക, 2021-22 കാലത്തിലൊക്കെ 6.7 ആയിരുന്നു. ഇപ്പോൾ നമ്മൾ അതിലേക്ക് കൊണ്ടുവരുന്നു 4.4 ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറച്ച് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ നോക്കുക, FRBM ആക്ട് പ്രകാരം പറഞ്ഞത് എന്താണ്? 3% കുറച്ച് കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും നമ്മൾ എവിടെ നിൽക്കുന്നത്? 4.4. ഇനി റവന്യൂ ഡെഫിസിറ്റ് നോക്കാം. റവന്യൂ ഡെഫിസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എത്രയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? 1.5 കുറച്ച് കൊണ്ടുവരുന്നതാണ്. 1.5 എന്ന് പറഞ്ഞാൽ നമ്മൾ FRBM ആക്ടിൽ പ്രകാരം കണ്ടെത്തുകയാണ് 0% ഓഫ് GDP ആയിട്ട് കുറച്ച് കൊണ്ടുവരണം. അതേ സമയത്താണ് അവിടെ 1.5 കിടക്കുന്നത്. അതുപോലെ തന്നെ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ ഡെഫിസിറ്റ് മൈനസ് ഗ്രാൻഡ് ഫോർ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്. അത് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 0.8 ആണ്. പ്രൈമറി ഡെഫിസിറ്റ് 0.8 ആണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോഴുള്ള ഡെഫിസിറ്റ് ട്രെൻഡ്. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് പ്രൈമറി ഡെഫിസിറ്റ് കുറഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ബാക്കിയുള്ളതൊക്കെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്, ഇയർ ബൈ ഇയർ കുറച്ച് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. നോക്കുക, നമ്മൾ ഈ 4 ഡയഗ്രാംസ് നോക്കുന്ന സമയത്ത് ബാർ ഡയഗ്രത്തിൽ ഇത് ഏറ്റവും കുറഞ്ഞിരിക്കുന്നുണ്ട്. കാരണം അത് നമ്മൾ ഒരു ഫിസ്ക്കൽ കൺസോൾട്ടേഷൻ്റെ പാത്തിലാണ് എന്നാണ് കാണിക്കുന്നത്. നമ്മുടെ ഡെഫിസിറ്റുകൾ നമ്മൾ കുറച്ച് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഇനി നമ്മൾ നേരത്തെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിനെ കുറിച്ചൊക്കെ പറഞ്ഞു, അതുപോലെ റവന്യൂവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ബഡ്ജറ്റിൽ പറയുന്നത് പ്രകാരം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്ന്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം എന്താണ്? ബോറോയിങ് ആൻഡ് അതർ ലയബിലിറ്റീസ് ആണ്. അതായത് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടം വാങ്ങുകയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം, ബോറോയിങ് ആൻഡ് അതർ ലയബിലിറ്റീസ്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം ഏതാണ്? ഇൻകം ടാക്സ് ആണ്. 22% ഇൻകം ടാക്സ് വരുന്നുണ്ട്. GST അടുത്ത പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം. കോർപ്പറേഷൻ ടാക്സ് 17%. അതുപോലെ തന്നെ മറ്റൊന്ന് വരുന്നതാണ് എക്സൈസ് ഡ്യൂട്ടീസ്, ദെൻ നോൺ ടാക്സ് റെസിപ്റ്റ്സ്. ഞാൻ പറഞ്ഞു നോൺ ടാക്സ് റെസിപ്റ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫൈൻ, ഫീസ്, പെനാൽറ്റീസ്. അത് 9% വരുന്നുണ്ട്. മൊത്തം വരുമാനത്തിൻ്റെ 9%. നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ഞാൻ പറഞ്ഞു, റിക്കവറീസ് ഓഫ് ലോൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 1% വരുന്നുണ്ട്. കസ്റ്റംസ് ഡ്യൂട്ടീസ് 4% വരുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോഴും നമ്മൾ വലിയ കടക്കണിയിലാണ്. കാരണം നമ്മുടെ വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും ഇപ്പോൾ നമ്മൾ എവിടുന്നാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്? കടമെടുപ്പിലൂടെയാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് ഇൻകം ടാക്സിലൂടെയാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അതുപോലെ തന്നെ നമ്മളിനി മറ്റൊന്ന് നോക്കുന്നത് റുപ്പി ഗോസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ചെലവുകൾ എന്തൊക്കെയാണ്? നമ്മുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടു. ഇതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട ചെലവുകൾ ഏതൊക്കെയാണ്? ഓഫ് കോഴ്സ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിലവ് എന്താണ്? ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. എടുത്ത കടത്തിൻ്റെ പലിശ അടക്കലാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട
ചിലവായിട്ട് കണക്കാക്കുന്നത്. റുപ്പി ഗോസ് ടു 20%. നമ്മുടെ മൊത്തം ചിലവിൻ്റെ 20% നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? എടുത്ത കടത്തിൻ്റെ പലിശ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഡിഫൻസിനൊക്കെ വേണ്ടിയിട്ട് വെറും 8% മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. വെറും 8% മാത്രമാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ഇല്ലേ. 22% നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് മൊത്തം നികുതി വരുമാനത്തിൻ്റെ ഒരു വിഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും യൂണിയൻ ടെറിട്ടറീസിന് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അത് 22%. അതുപോലെ തന്നെ 16% സെൻട്രലി സ്പോൺസേഡ് സ്കീം, സെൻട്രൽ സെക്ടർ സ്കീമിനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. സബ്സിഡീസ് ആയിട്ട് നമ്മൾ 6% വരുമാനം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻസ് കമ്മീഷൻ്റെ ട്രാൻസ്ഫറിന് 8%, സെൻട്രലി സ്പോൺസേഡ് 8%, മറ്റ് എക്സ്പെൻഡിച്ചർ 4%, പെൻഷന് 4%. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട എക്സ്പെൻഡിച്ചർ പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങൾ എന്തെല്ലാമാണ്, അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ പ്രൊഫൈൽ എന്തെല്ലാമാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദി സെഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനകത്ത് ഡീൽ ചെയ്തത് എന്താണ് ബഡ്ജറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട ടൈപ്പുകൾ ഏതൊക്കെയാണ് അല്ലേ, സർപ്ലസ് ബഡ്ജറ്റ്, ഡെഫിസിറ്റ് ബഡ്ജറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി. അതിൽ ഇപ്പോൾ സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റവന്യൂ കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവുമാവുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് പറയും, സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയും. ഇനി നേരത്തെ തിരിച്ച്, അതായത് എക്സ്പെൻഡിച്ചർ കൂടുതലും അതുപോലെ റവന്യൂ കുറവാണെങ്കിൽ അതിനെ ഡെഫിസിറ്റ് ബഡ്ജറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ബഡ്ജറ്റ് ഏതാണ്, ബഡ്ജറ്റിൻ്റെ ടൈപ്സുകളെ കുറിച്ച് പഠിച്ചു, ബഡ്ജറ്റിൻ്റെ പ്രധാനപ്പെട്ട എക്സ്പെൻഡിച്ചർ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിച്ചു, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, പ്ലാൻ നോൺ പ്ലാൻ, ഡെവലപ്മെൻറ്റ് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിച്ചു. അതിനുശേഷം നമ്മൾ ഡെഫിസിറ്റ് എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് പഠിച്ചു, ഡെഫിസിറ്റിൻ്റെ ട്രെൻഡുകളെ കുറിച്ച് പഠിച്ചു, ഏറ്റവും റീസെൻറ്റ് ബഡ്ജറ്റിലുള്ള കുറച്ച് ഡെഫിസിറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ റുപ്പി കംസ് ഫ്രം ആൻഡ് റുപ്പി ഗോസ് ടു, ഇങ്ങനെയുള്ള അനാലിസിസിലാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഓരോന്നും ഏതൊക്കെ ഹെഡിലാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓരോ അക്കൗണ്ടിൻ്റെ കീഴിലും ഏതൊക്കെ എക്സ്പെൻഡിച്ചറാണ്, ഏതൊക്കെ റവന്യൂസാണ് വരുന്നത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, താങ്ക് യു.